അങ്ങനെ കശ്മീരിൽ വന്ന് ആദ്യമായിട്ടാണ് മട്ടൻ്റെ ഒരു ഐറ്റം കഴിക്കുന്നത്. കിഡിലൻ സാധനം കേട്ടോ, കിഡിലൻ സാധനം. അങ്ങനെ നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും ഇവിടെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. ഞാൻ ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ശ്രീനഗറിൽ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉച്ചയായി, അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇവിടുത്തെ മട്ടൻ്റെ എന്തൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്, നോക്കുക എന്താ അവസ്ഥ. കശ്മീരിൽ വന്ന് നമ്മൾ എല്ലായിടത്തും കാണുകയാണ് ഈ കാണുന്ന കബാബ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഐറ്റം എത്തി. ഇതാണ് മട്ടൻ രോഗൻ ജോഷ്, അതും അതിൻ്റെ കൂടെ നല്ല നാടൻ ചോറും. കൂടെ സൈഡായിട്ട് എന്തൊക്കെയോ ഡിഷുകൾ വേറെയുണ്ട്. മട്ടൻ്റെ നല്ലൊരു പീസ് ഉണ്ടാവും, കൂടെ കുറച്ച് ചാറും ഉണ്ടാവും. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ രസമൊന്നും തോന്നിയില്ല, പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം ഞാൻ മനസ്സിലാക്കുന്നത്. സാധാ കറിയാണെന്ന് വിചാരിച്ചത് നമുക്ക് തെറ്റി. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇങ്ങനെ ഭക്ഷണം പരിപാടിയും എല്ലാം കഴിഞ്ഞു. കണ്ണിലേക്ക് സൂര്യൻ അടിച്ചിട്ട് ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? കിടക്കിയില്ലേ. പറയാൻ വന്ന മറ്റൊന്നുമല്ല, ഭക്ഷണം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ മാറി. നമ്മുടെ ടീമിൻ്റെ തന്നെ വേറൊരു സ്റ്റേ ഉണ്ടായിരുന്നു, തൽക്കാലത്തേക്ക് അവിടേക്ക് കയറി. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് പടിഞ്ഞാറേ അറ്റം സൂര്യാസ്തമയം. എന്നാൽ കിഴക്കേ ഭാഗമാണെങ്കിൽ അതിലും കിടിലന്നെ. ഇതേ കണ്ടോ? എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഏരിയ അല്ല, ഈ വ്യൂ രണ്ടും. അങ്ങോട്ട് നോക്കിയാലും വ്യൂ, ഇങ്ങോട്ട് നോക്കിയാലും വ്യൂ. ഏതാല്ലേ അപ്പുറത്ത് അതേ മറ്റേ ഹരി പർവ്വതം, മഹാരാജ ഹരി സിംഗ് ഫോർട്ട്, അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അക്ബറായിരുന്നു അതിൻ്റെ പണി തുടങ്ങിയിരുന്നത്. ഇപ്പം എന്തേ ഇതിൻ്റെ പേര് ഹരി ഫോർട്ട് എന്നാണ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ.